തമിഴ്നാട് മുൻ മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജാമ്യ ഹർജിയിൽ തിങ്കളാഴ്ചയും വാദം തുടരും. മദ്രാസ് ഹൈക്കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കേസിൽ ഇഡിയുടെ വാദം ഇന്ന് പൂർത്തിയായി. വിവരങ്ങളുമായി മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്നും ചേരുന്നുണ്ട്. മനീഷ്, സെന്തിൽ ബാലാജിയുടെ മറുപടി എപ്പോഴായിരിക്കും? ഈ തിങ്കളാഴ്ച തന്നെ അദ്ദേഹം മറുപടി നൽകും. പ്രധാനമായും സെന്തിൽ ബാലാജി വിഭാഗം വാദിച്ചിരുന്നത് ഇപ്പോൾ, അതായത് നിലവിൽ ജാമ്യഹർജി പരിഗണിക്കുമ്പോൾ അദ്ദേഹം മന്ത്രിയല്ല എന്നുള്ളൊരു വാദമാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത്. മന്ത്രിയല്ല, അതുകൊണ്ട് തന്നെ ഇഡിയുടെ അന്വേഷണത്തിനെതിരായി ഒരു തരത്തിലും ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു. ഇഡി മുൻപ് ജാമ്യഹർജിയിൽ തടസ്സം പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയായിരുന്നു. മന്ത്രി എന്ന അധികാരപരിധി ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നായിരുന്നു. ഒന്നാമത്തെ പ്രധാനപ്പെട്ട സെന്തിൽ ബാലാജിയുടെ വാദം അതുതന്നെയായിരുന്നു, ജാമ്യഹർജി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളത്. മറ്റൊന്ന്, ഡിജിറ്റൽ തെളിവുകൾ, അതായത് ഇഡി സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നൊരു വാദവും സെന്തിൽ ബാലാജിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇന്ന് ഈ രണ്ട് വാദങ്ങളും ഇന്നിപ്പോൾ ഇഡി തള്ളുകയാണ് ഉണ്ടായത്. എന്തായാലും ഇതിനുള്ള മറുപടിയാണ് ഇനിയിപ്പോൾ തിങ്കളാഴ്ച സെന്തിൽ ബാലാജി വിഭാഗം നൽകേണ്ടത്. ഇന്നിപ്പോൾ ഇഡിയുടെ വാദം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി തിങ്കളാഴ്ച സെന്തിൽ ബാലാജി വിഭാഗത്തിന്റെ മറുപടി ഉണ്ടാകും മദ്രാസ് ഹൈക്കോടതിയിൽ. ശരി, തമിഴ്നാട് മുൻ മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജാമ്യ ഹർജിയിൽ തിങ്കളാഴ്ചയും വാദം തുടരുമെന്നാണ് മനീഷ് മൂർത്തി നൽകുന്ന വിവരം.